വീണ്ടും ഒരാഴ്ച കൂടി ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചത് നന്ദി പറയുന്നു. ഈ സമയം വരെയുള്ള അവിടുത്തെ പരിപാലനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് 1.5 മണിക്കൂർ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും വചനത്തിൽ മനസ്സിലാവുന്നവ പ്രാപിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് ശക്തി തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കി രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുന്ന് അങ്ങയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഓരോ കുടുംബാംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അഞ്ചാമത്തെ പാട്ട്. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു
കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മളെ പരിപാലിച്ച് നമുക്ക് നന്ദി പറയാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നായിരിക്കും, രോഗങ്ങളിലൂടെ കടന്നുപോയി കാണും, ആക്സിഡൻറ്റിൽ നിന്ന് ദൈവം രക്ഷിച്ച് കാണും, ഒരുപാട് കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ പരിപാലിച്ചു. വേദനകൾ ഉണ്ടായി കാണും, ആ വേദനകൾ കടക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ആൾക്കാർ നമ്മളെ പേടിപ്പിച്ച് കാണും, ഭീഷണിപ്പെടുത്തി കാണും. പക്ഷെ നമ്മളെല്ലാവരും അത് തരണം ചെയ്ത് ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ പിതാവ് ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് നമുക്കിന്ന് ദൈവത്തിൻ്റെ മുമ്പിലൂടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും സാധിച്ചു. അത് നമുക്ക് ഈ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് ഈ 16-ാമത്തെ പാട്ട് പുസ്തകത്തിലെ 16-ാമത്തെ പാട്ട് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് ഈ പാട്ട് പാടാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, വഴിയും സത്യവും ജീവനുമായ യേശുവേ, പിതാവിന്റെ അടുക്കലേക്കുള്ള ഏക വഴിയായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വന്നിറങ്ങണമേ, യേശുവേ, ഞങ്ങൾ വന്നിറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ നന്ദി, പിതാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു നമ്മെ പാട്ട് പാടാം. ബുക്കിൽ 36-ാമത്തെ പാട്ടാണ്. എല്ലാവർക്കും എല്ലാ ആഴ്ചയും പാടുന്നതാണ്, അതുകൊണ്ട് ബുക്കിൽ നോക്കണമെന്നില്ല, ബുക്കിൽ നോക്കാതെ തന്നെ നമുക്ക് പാടാം. 36-ാമത്തെ പാട്ട്, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു. Thank you.
പുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആറാമത്തെ പാട്ട്. ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ, സുന്ദരനേ, അങ്ങേ വാഴ്ചാരുക. ജീവനേ, സുന്ദരനേ, അങ്ങേ വാഴ്ചാരുക. ആരാധന, സാങ്കേതിക പുസ്തകം വായിക്കാം. സങ്കീർത്തനം 146. പള്ളിയിലെ ബൈബിളിൽ, മലയാള ബൈബിളിൽ 692 പേജ് നമ്പർ 692.
Psalm 146. നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും മാറി മാറി വായിക്കാം. ബൈബിളില് സങ്കീർത്തനം 146 വായിക്കാൻ അറിയാൻ എല്ലാവരും ബൈബിൾ എടുത്ത് നോക്കുക എന്താ എഴുതിയിരിക്കുന്നത്. യഹോവയെ സ്തുതിക്കുവിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. Praise the Lord, O my soul. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യഹോവയെ സ്തുതിക്കും, എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ ദൈവത്തിന് കീർത്തനം പാടും. I will praise the Lord as long as I live. I will sing praises to my God all my life long. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. Do not put your trust in princes, in mortals, in whom there is no help. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് മടങ്ങി പോകുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. When their breath departs, they return to the earth. On that very day their plans perish. യാക്കോബിന്റെ ദൈവം സഹായമായ തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. Happy are those whose help is the God of Jacob, whose hope is the Lord their God. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കി, അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. Who made heaven and earth, the sea and all that is in them, who keeps faith forever. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ തടവുകാരെ അഴിച്ചുവിടുന്നു. He executes justice for the oppressed. He gives food to the hungry. The Lord sets the prisoners free. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. The Lord opens the eyes of the blind. The Lord lifts up those who are bowed down. The Lord loves the righteous. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. The Lord watches over the strangers. He upholds the orphan and the widow. But the way of the wicked he brings to ruin. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറയോളം തന്നെ യഹോവയെ സ്തുതിക്കുവിൻ. The Lord will reign forever. Your God of Zion for all generations. Praise the Lord. അതിനെ കേൾക്കാനായിട്ട് വരാം. അതിനെ കേൾക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. താമായ ദൈവമേ, ഇന്ന് കേൾക്കാൻ പോണ വചനം അങ്ങയുടെ സുവിശേഷം ഞങ്ങൾക്ക് മനസ്സിലാകുവാനും ഓൺലൈനിലൂടെ കാണുന്നവർക്കും യേശു ഏകദൈവമാണെന്നും യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും മനസ്സിലാകുവാനും അവർക്ക് ആ സുവിശേഷം കൊണ്ട് പ്രയോജനമുണ്ടാകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3:16. John 3:16. ബൈബിൾ എടുത്തില്ലേ? ബൈബിൾ എടുത്ത് John 3:16 ഒരാൾ വായിക്കും. യോഹന്നാൻ 3:16. ഈ ബൈബിളില് 1161 പേജ് 1161 പള്ളിയിലെ മലയാളം ബൈബിളില് 1161 വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെന്താ എഴുതിയിരിക്കുന്നത്? ദൈവം എത്രമാത്രമാണ് ലോകത്തെ സ്നേഹിച്ചത്. എല്ലാം എടുത്തില്ലേ ബൈബിള്? പേജ് 1161. 1161. മോളെ ആന്റിക്ക് എടുത്തു കൊടുക്കും. 1161 പേജ്.
ഇംഗ്ലീഷ് എടുത്താലും ഇംഗ്ലീഷ് ബൈബിൾ എടുക്കുന്നവരും ജോൺ 3:16. ഇതെന്താ എഴുതിയത്? ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്രമാത്രം സ്നേഹിച്ചു? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് 3:16 എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം യേശു, നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും യേശുവിനെ, രക്ഷകനെ, മിശിഹായ നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്നു. ആ യേശുവാണ് ഭൂമിയിലേക്ക് വന്നത്. ഇപ്പൊ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളോട് പറയുകയാണ്, ഈ പുത്രൻ ഭൂമിയിലേക്ക് എന്തിനാണ് ദൈവം അയച്ചത്? എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്? നമ്മൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? നമുക്ക് ഒരുപാട് കടക്കഥകൾ പറഞ്ഞു തരാനും കഥകൾ പറയാനും, നമുക്കത് നമ്മൾ രാവിലെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ നല്ലൊരു സന്ദേശം കിട്ടാനും യേശു പറഞ്ഞ് കേൾക്കാനും വേണ്ടി അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ പ്രധാനമായിട്ട് യോഹന്നാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതുപോലെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉണ്ടാക്കിയ ദൈവം എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മൾ ആരും, അതായത് ആദ്യം മുതൽ അവസാനമുള്ള മനുഷ്യൻ വരെ ആരും നശിച്ചു പോകാതെ, അതായത് ഇന്ത്യക്കാരനെ നോക്കിയില്ല, ഇസ്രായേൽക്കാരനെ നോക്കിയില്ല, അമേരിക്കൻ നോക്കിയില്ല, ആഫ്രിക്കയിൽ ജനിച്ചാൽ നോക്കിയില്ല, ഓസ്ട്രേലിയ ജനിച്ചാൽ നോക്കിയില്ല, ഏത് രാജ്യത്ത് ജനിച്ചാലും എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാ മനുഷ്യരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവമായ ദൈവം, പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം, സകലതുമുണ്ടാക്കിയ ദൈവം, സകലതും പരിപാലിക്കുന്ന ദൈവം, എന്തും ചെയ്യാൻ കഴിവുള്ള ദൈവം, സ്വയംഭൂവായ ദൈവം, സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ചു. എന്തിനാണ്? മനുഷ്യനായ ഒരു മനുഷ്യനും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാൻ, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അത്രമാത്രമാണ് ദൈവം മനുഷ്യരാശിയെ സ്നേഹിച്ചത്. പ്രത്യേകിച്ച് ഒരു ജനതയല്ല. ഞാൻ തന്നെ പറയുന്നത്, പാപം ചെയ്യാത്തവരെ കൊണ്ടുപോകാനെന്ന് ബൈബിളിൽ പറയുന്നില്ല. അപ്പൊ പാപം ചെയ്യാതെ ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരും നശിച്ചു പോകാതെ, ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അത് നല്ല വാർത്തയല്ലേ? ഞാൻ എത്ര പാപം ചെയ്താലും, ഞാൻ എത്ര ചീത്തയായിട്ട് ജീവിച്ചാലും, എൻ്റെ പൂർവികർ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ ഏത് രാജ്യത്ത് ജനിച്ചെന്ന് നോക്കാതെ ദൈവം എന്നെ രക്ഷപ്പെടുത്താനായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നെങ്കിൽ അത് 2000 വർഷങ്ങൾക്ക് മുമ്പും അതിനുശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പും ഇപ്പൊ ജീവിക്കുന്ന എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. 17 വായിക്കും, തൊട്ടടുത്ത വാക്യം. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ലോകത്തോട് ഒരു മനുഷ്യരെ വിധിക്കാൻ വേണ്ടി അല്ല ദൈവം യേശു ലോകത്തിലേക്ക് വന്നത്. മറ്റു മതങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ നല്ലവരെ സ്വർഗത്ത് കൊണ്ടുപോവുകയും ചീത്ത ആൾക്കാർക്ക് വേണ്ട ശിക്ഷ നൽകുകയും ചെയ്യും. അവർ ത്രാസിൽ തൂക്കി നോക്കും. നല്ലതാണ് കൂടുതൽ ചെയ്തതെങ്കിൽ
സ്വർഗത്വവും, ചീത്തയാണ് കൂടുതൽ ചെയ്തതെങ്കിൽ നരകത്വവും. അങ്ങനെയാണോ നമ്മൾ വായിക്കുന്ന ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ എഴുതിയിരിക്കുന്നത്? ലോകത്തെ വിധിക്കാൻ വേണ്ടി അല്ല ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, മറിച്ച് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ലോകത്തുള്ള സകല മനുഷ്യരും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ ആദ്യം എന്താ വായിച്ചത്? 16-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അത് വീണ്ടും ആവർത്തിച്ച് പറയാണ്, യേശു ഇവിടെ ഭൂമി വന്ന് പാപം ചെയ്തവരെ വിധിച്ച്, നീ ഇത്ര വലിയ പാപം ചെയ്തത് കൊണ്ട് നീ നരകത്തിലേക്ക് പോകും, നീ ഇത്രയും പാപം ചെയ്യാത്തത് കൊണ്ട് നീ സ്വർഗത്തും, അങ്ങനെ പറയാൻ വേണ്ടി അല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. അടുത്ത വാക്യം വായിക്കാം, 18-ാമത്തെ വാക്യം. ഇവിടെയാണ് നമ്മൾ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ഇത്ര നാൾ എന്താ വിചാരിച്ചത്? പാപം ചെയ്ത നരകത്വവും, പാപം ചെയ്തില്ലെങ്കിൽ നന്മ മാത്രം ചെയ്താൽ സ്വർഗത്വവും. പക്ഷെ ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്താണ്? 18-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതായത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവര് ന്യായവിധിയിൽ ചെന്ന് നിൽക്കേണ്ടി വരും, ന്യായവിധിക്ക് നിൽക്കേണ്ടി വരും. അതായത് പാപം ചെയ്തോ പാപം ചെയ്തില്ല എന്നല്ല, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് നിമിത്തം നമ്മുടെ ന്യായവിധിക്ക് നിൽക്കേണ്ടി വരും. കാരണം എന്താണ്? ദൈവം തന്നെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു മനുഷ്യരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സകലതും ഉണ്ടാക്കിയ ദൈവം, സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഒരു കാര്യം, ഒരു വ്യക്തിയെ അയക്കുകയാണ്, അതായത് സ്വന്തം പുത്രനെ അയക്കുകയാണ്. ഈ പുത്രനെ വിശ്വസിക്കാത്തത് കൊണ്ട് നമ്മൾ ന്യായവിധിക്ക് സ്വമേധയായ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ പാപത്തിന്റെ അളവ് നോക്കാനല്ല. കാരണം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ആരെയും വിധിക്കാനല്ല. നമ്മൾ യേശു ക്രിസ്തു പറയുന്നത് എന്താണെന്ന് കേൾക്കണം. പഴയ നിയമത്തില് യേശു, നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ 10 കൽപ്പനകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ 10 കൽപ്പനകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കാറുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവർക്കും, യേശുക്രിസ്തുവിനെ കുറിച്ചോ ഈ ബൈബിളിനെ കുറിച്ച് അറിയാത്തവർക്കും അവരുടെ മനസാക്ഷിയിൽ ഈ 10 കൽപ്പനകള് മനസ്സിൽ കിടപ്പുണ്ട്. എന്താണ്? 1-ാം പ്രമാണം, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാമെന്നാണ് 1-ാം കൽപ്പന. രണ്ടാമത് പിന്നെ താഴോട്ടെന്താ പറയുന്നത്? യേശു പറഞ്ഞത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എല്ലാ മനുഷ്യനെ ഒരുപോലെ സ്നേഹിക്കുക. ഇതൊക്കെയാണ് കൽപ്പനകൾ. നമ്മൾ 10 പ്രമാണങ്ങൾ വായിക്കുകയാണെങ്കിൽ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? 2-ാമത്തെ കൽപ്പന എന്താണ്? അതിനും പറ. 2-ാമത്തെ കൽപ്പന എന്താണ്? നമ്മൾ ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. വേറൊരു കൽപ്പന ഓർക്കുന്ന പറ. അടുത്ത കൽപ്പന എന്താണ്? 10 ഉണ്ടല്ലേ? 10 ഏതെങ്കിലും പറ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ശാബത്ത് ദിവസം ആചരിക്കണം, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അതിന്റെ കൂടെ അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്താ ഉണ്ട്? അന്യന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ ദൈവത്തിന്റെ നാമം പ്രയോഗിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇങ്ങനെ കുറെ പ്രമാണങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുകയും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും, ഇസ്രായേൽക്കാർ ഈ 10 ദൈവം കൊടുത്ത ഈ 10 കൽപ്പനകൾ വിപുലീകരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ, അത് മോശ ചെയ്ത് ഈ മോശ എഴുതി വെച്ച ദൈവം കൊടുത്ത സീനായി മല വെച്ച് കൊടുത്ത ഈ 10 കൽപ്പനകൾ അത് പാലിക്കാൻ വേണ്ടി അവർ വീണ്ടും അതിന്
ഉപപ്രമാണങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ അവരെ കഷ്ടപ്പെട്ട് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കളഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ പറയുന്നത് ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവര്, ഇംഗ്ലീഷ് ബൈ ഡിഫോൾട്ട് അവര് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതായത് സ്വമേധയ അവര് ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. യേശു എന്താ പറഞ്ഞ, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനല്ലാതെ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. പിതാവാണ് ദൈവം. യേശു പറയുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. അതായത് യേശു ഇല്ലാതെ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ സാധിക്കത്തില്ല എന്നാണ് യേശു നമ്മളോട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ. യേശു 3 വർഷമാണ് പരസ്യജീവിതം നയിച്ചത്. ഈ സമയത്ത് യേശു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. യോഹന്നാൻ എന്താണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്? പിതാവായ ദൈവം എന്താണ് പറയുന്നത്? പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ, തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ പുത്രനെ വിശ്വസിക്കാതെ ന്യായവിധിക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ സുവിശേഷം നമ്മളോട് പറയാം. വളരെ ലളിതമായ സുവിശേഷം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് സ്വർഗ്ഗരാജ്യം കിട്ടും. നമ്മൾ എന്താണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹിസ്റ്ററി പഠിച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹിസ്റ്ററി പഠിക്കുന്ന റോമാക്കാര് ഇസ്രായേൽ ഭരിച്ചപ്പോൾ ജെറൂസലേമില് വർഷം യേശു എന്ന പേരുള്ള ആളിനെ അവര് കുരിശിൽ പോകുന്നു. അത് വിശ്വസിക്കാനാണോ? അത് വിശ്വസിക്കുന്നത് കൊണ്ടാണോ നമ്മളുടെ ശക്തി പ്രാപിക്കുന്നത്? അതുകൊണ്ടല്ല. യേശു പറഞ്ഞു, ഞാനാണ് വഴി സത്യം ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നവര്, യേശുവിലൂടെയാണ് നിത്യജീവൻ കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്നവര്, യേശു നമ്മൾ 16-ാം വാക്യത്തിൽ വായിച്ചതുപോലെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് യേശു 3 കോടതികൾ വിസ്തരിക്കപ്പെടുകയും അടിപ്പെടുകയും പോവുകയും 3 മരിച്ച് നമുക്ക് വേണ്ടി മരിച്ച് വിശ്വസിക്കണം. രണ്ടാമത് യേശു മരിച്ച ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. യേശു എല്ലാം മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റു. നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം പൊടിയായി പോയാലും ചാമ്പലായി പോയാലും മൃഗങ്ങൾ കഴിച്ചാലും മത്സ്യം കഴിച്ചാലും എവിടെ എന്നാലും നമ്മളെല്ലാവരും യേശു ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമ്മളും നമ്മുടെ ഈ ശരീരം തന്നെ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് സുവിശേഷം. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് യേശുവിനോടൊപ്പം ജീവിക്കാനായിട്ട്, നിത്യമായി ജീവിക്കാനായിട്ട് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പല സഭകളിൽ എന്താ പറയുന്നത്, പല മതവിശ്വാസങ്ങൾ പറയുന്നത് മരിച്ചിട്ട് ആത്മാവ് സ്വർഗ്ഗത്ത് പോകും. മരിച്ചിട്ട് ആത്മാവ് സ്വർഗ്ഗത്ത് പോകുന്നല്ല പറയുന്നത്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ആത്മാവായിട്ടല്ല ജീവിച്ചത്, മനുഷ്യനായിട്ടാണ് ഇവിടെ 40 ദിവസം ജീവിച്ചത്. യേശു പറഞ്ഞു, എന്നെ ഒന്ന് തൊട്ട് നോക്കുക, എന്റെ മുറിവിൽ കൈയിട്ട് നോക്കുക. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭൂതങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്. യേശു അവരോട് ഒപ്പം ഇരുന്നിട്ട് അപ്പം കഴിച്ചു, മത്സ്യം കഴിച്ചു. മരണത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ യേശു നമുക്ക് കാണിച്ചു തരികയാണ്, എന്നിട്ട് വിശ്വസിക്കുന്ന നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ജീവിക്കും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയെ കാണാം, ഭർത്താവിനെ കാണാം, മക്കളെ കാണാം, അപ്പനമ്മയും കാണാം. ഇപ്പൊ കാണുന്ന കണക്ക് തന്നെ നമുക്ക് അവരെ തൊടയും നമുക്ക് അവരെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് യേശു ക്രിസ്തു തന്നിരിക്കുന്ന വിശ്വാസം. ഇത്ര വലിയ ശ്രേഷ്ഠമായ ഒരു സുവിശേഷം തന്നിട്ട് അത് കേൾക്കാതെ അത് നമ്മൾ നിരാകരിച്ച് കളയുന്നതാണ് പിതാവ് പറയുന്നത് നമുക്ക് സ്വർഗരാജ്യം നമ്മൾ നഷ്ടപ്പെടാൻ ഇടയാവുന്നത്. ഇത്ര നല്ല സുവിശേഷം. അതായത് നമ്മൾ ആരും ഇപ്പൊ എത്രയോ പേര് ഈ കോവിഡ് വന്ന നമ്മുടെ ആളുകളൊക്കെ മരിച്ചുപോയി. പ്രായം കൂടിയവരും നമുക്ക് ഭയങ്കര കേൾക്കുമ്പോൾ വിഷമം. എത്രയോ പേര് മരിച്ചുപോയി. എത്രയോ പേര് കഴിഞ്ഞ വർഷങ്ങളിൽ അപകടങ്ങളിൽ പെട്ട് മരിച്ചുപോയി. അപകടങ്ങളിൽ പെട്ട് ഓർമ്മയില്ലാതെ ഒരു ആശ്രയങ്ങളിൽ കിടക്കും. ദൈവം നമ്മളെ പരിപാലിച്ച് ഇവർ മരിച്ചു പോയാലും അവർ യേശു വിശ്വസിച്ചാണ് മരിച്ചു പോയെങ്കിൽ നമുക്ക് മരണാനന്തരം യേശു നമുക്ക്
ചെയ്തതുപോലെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ അവരെ കാണാം. ആൾക്കാർ മരിച്ച് വിലപിക്കുന്ന എന്തുകൊണ്ടാണ് ഒരുപാട് വിലപിക്കുന്നത്? നമുക്ക് ഈ വ്യക്തിയെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളത് വിലപിക്കും, നമ്മൾ കരഞ്ഞ് സങ്കടപ്പെടും. പക്ഷെ അങ്ങനെയല്ല. യേശു എന്താ പറയുന്നത്? നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. അവർ നമ്മളെ കാണും ഒരു 10 വർഷം മുമ്പേ മരിച്ചു കാണും, 20 വർഷം മുമ്പേ മരിച്ചു കാണും. പക്ഷെ നമുക്ക് വീണ്ടും അവരെ ഇനിയും കാണാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ ഭൂമിയിൽ നമ്മൾ അവരെ കണ്ടത്, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അവരെ കാണാം. അത് നമ്മുടെ യേശു വിശ്വസിക്കുന്നവർക്ക് ഒന്നുകൊണ്ട് പ്രത്യാശ അറ്റവരെ പോലെ ജീവിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്നേഹിച്ചവരെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാരെ നമ്മളവരുടെ അപ്പോസ്തലന്മാരെ എങ്ങനെയാണ് മരിച്ചു ആലോചിക്കുന്നത്? നമുക്ക് ഭയങ്കര വിഷമം വരും. ഇത്രയും ക്രൂരമായ രീതിയിൽ അവരെയൊക്കെ കൊന്നല്ലോ. ഓരോരുത്തരും ഓരോ രാജ്യം, തോമസ് ഇന്ത്യയിൽ വന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് മരിച്ചതെന്ന് നമ്മുടെ ആൾക്കാരൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് സങ്കടം വരും. ഇങ്ങനെ ഇത്ര ക്രൂരമായ രീതിയിൽ മരിക്കാൻ ഇടയായല്ലോ. പക്ഷെ അവർക്കാർക്കും അവർ സന്തോഷത്തോടു കൂടിയാണ് യേശുവിന് വേണ്ടി മരിച്ചത്. കാരണം അവരുടെ പ്രിയപ്പെട്ട യേശുവിന് ഈ മരിച്ചതിന്റെ പിറ്റ് മരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ അവർ കാണും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം മരിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അവർക്ക് യേശുവിനെ കാണും. ആ സന്തോഷത്താലാണ് അവരെല്ലാവരും യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. നമ്മളെ വിശ്വാസം മാത്രമല്ല, നമ്മളിനകത്ത് ബൈബിള് വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവർത്തനം വായിക്കുകയാണെങ്കിൽ, ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസിന്റെ കഥയാണ്. സ്തെഫാനോസിനെ കല്ലെറിയാൻ കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് കല്ലെറിയാൻ കൊണ്ടുവന്നത്? പാപം ചെയ്തത് കൊണ്ടോ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തത് കൊണ്ടോ അല്ല കല്ലെറിയാൻ കൊണ്ടുപോയത്. യേശു ദൈവമാണെന്ന് പറയാൻ ശ്രമിച്ചത് കൊണ്ടാണ് കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നത്. ഈ മനുഷ്യൻ കല്ലെറിഞ്ഞ് മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ്, ഞാൻ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കണ്ടത്. അതായത് മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പാണ് യേശു സ്വീകരിക്കാൻ വരുന്ന ആ രംഗം സ്തെഫാനോസ് കാണുകയും അത് പറയുകയും ഇത് ആ സംഭവം ബൈബിൾ രേഖപ്പെടുത്തുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? മരിക്കുന്ന എല്ലാവരും, അതായത് യേശു വിശ്വസിച്ച് മരിക്കുന്ന എല്ലാവരും യേശു സ്വീകരിക്കാൻ വരും എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബൈബിളിൽ ഇങ്ങനെ അത് എഴുതി. അത് കെട്ടുകഥയല്ല. യേശു നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് യേശു തീർച്ചയായിട്ടും വരും. ഇതാണ് സുവിശേഷം. പക്ഷെ തിരിച്ചാണെങ്കിൽ യേശുവിനെ വിശ്വസിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടെന്നാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മളിപ്പോൾ വായിച്ച് 3-ാം അധ്യായത്തില് 17-18 വാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പാപത്തിന്റെ അളവ് നോക്കിയിട്ടല്ല ദൈവം നമുക്ക് സ്വർഗവും നരകവും തരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ യേശു ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. പാപത്തിന് ഗൗരവമില്ലാത്തത് കൊണ്ടല്ല. പാപത്തിന് നമ്മളോട് ഒരാൾ പാപം ചെയ്തു, നമ്മളോട് ഒരാൾ ദ്രോഹം ചെയ്തു, നമുക്ക് അതിനകത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. ദൈവം പ്രതികാരം ഞാൻ പ്രകാരം ചെയ്തോളാം ദൈവം പറയുന്നു. പാപം ചെയ്ത വ്യക്തി പാപത്തിന്റെ അളവ് നോക്കിയിട്ടാണ് ശിക്ഷിക്കുന്നത്. എത്ര വലിയ പാപം ചെയ്താലും ദൈവം പറയുന്ന നിങ്ങളുടെ പാപം കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞ പോലെ വെള്ളയാക്കി തരാം. യേശു വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഈ റൂമിൽ കിടക്കുന്ന ഈ ചുമന്ന കട്ടന്റെ ചുവപ്പാണ് നമ്മുടെ പാപത്തിലെങ്കിലും, അതായത് നമ്മൾ അത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം പറയുന്നു മഞ്ഞ പോലെ വെണ്മയുള്ളതാക്കി തരാം. എന്തുകൊണ്ട്? യേശു ചെയ്തു തരാൻ ചെയ്ത് കഴിഞ്ഞ് സ്വീകരിച്ചാൽ മാത്രം മതി. യേശു നമുക്ക് വേണ്ടി മരിച്ച് പരിഹാരം ചെയ്തു കഴിഞ്ഞ് നമ്മളെ ഇത്രയും കടച്ചുവപ്പുള്ള പാപം വെള്ള മഞ്ഞ നിറം പോലെ ആക്കി തരാം. യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പാവമെല്ലാം, വീണ്ടും പറയാം, പാവമെല്ലാം ഞാൻ കടലിന്റെ അഗാധത്തിൽ കൊണ്ട് തള്ളിക്കളഞ്ഞു. കടലിൽ കൊണ്ട് കളഞ്ഞാൽ എനിക്ക് കിട്ടും. യേശു പറഞ്ഞ് കടലിൽ കൊണ്ട് കളഞ്ഞു. ഇനി അത് നിങ്ങൾ ആരും പൊക്കിയെടുക്കാനായിട്ട് പോകണ്ട. ഞാൻ കടലിലത് കളഞ്ഞു. ആ പാവം ഇനി ആരും പൊക്കിയെടുത്ത് കൊണ്ടുവരണ്ട. യേശു എടുത്ത് കളഞ്ഞു. നമ്മൾ പാപത്തിന്റെ അളവ് നോക്കിയിട്ടല്ല. പാപത്തിന് വളരെ വലിയ ഗൗരവം ഉണ്ടെങ്കിലും യേശു ക്രിസ്തു വിശ്വസിക്കുകയാണെങ്കിൽ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ അടി കൊണ്ടതും കുരിശ് ചുമന്നതും കുരിശ് തറയ്ക്കപ്പെട്ടതും മരിച്ചതും ഒക്കെ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ട് യോഹന്നാൻ
വാക്യത്തിൽ വായിച്ചതുപോലെ പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം സ്നേഹിച്ചു? തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ നമ്മ മനുഷ്യർക്ക് നിത്യജീവൻ നൽകാത്ത വിധം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു. ഇത് വിശ്വസിക്കുന്നവര് എത്ര വലിയ പാപം ചെയ്തിട്ടുള്ളവരാണെങ്കിലും സുവിശേഷം പറയുന്നത്, ബൈബിള് പറയുന്നത് നമുക്ക് നിത്യജീവനുണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പൊ നമ്മളെ സുവിശേഷം കേട്ടിട്ട് എല്ലാവർക്കും നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുക, യേശുവെ ഞാൻ വലിയ പാപിയാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒരു പരിഹാരം ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ആർക്കും ഒരു പരിഹാരം ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാർ പറയും പിന്നെ ഇത്രയും ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് വെള്ളിതിരി കത്തിക്കാം, അതിന് പകരമായിട്ട് ഞാൻ മുട്ടിലറിയാം, അതിന് പകരമായിട്ട് ഞാൻ ഉരുളാം, അതിന് പകരമായിട്ട് ഞാൻ ചില കഠിന ആൾക്കാരെന്താണ്, അവര് കോഴിയെ കൊടുക്കും, പശുവിനെ കൊടുക്കും, ആടിനെ കൊടുക്കും, അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ആൾക്കാർ മനുഷ്യകുരുതി കൊടുക്കും. ഇതിന്റെ ഒന്നിനും ആവശ്യമില്ല. കാരണം യേശു ബലി ആയി കഴിഞ്ഞു, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ബലിയായി കഴിഞ്ഞു. ഒന്നിന്റെയും ആവശ്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ മുമ്പിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച യേശുവിന്റെ അടുക്കലേക്ക് പോവുക. യേശു നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലോക നിയമം അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ലോകം ശിക്ഷ തരുമായിരിക്കും. പക്ഷെ യേശു നമ്മൾ രണ്ടാമതൊരു കോടതിയിൽ പോകേണ്ട പേടിക്കേണ്ട ആവശ്യം. യേശു പറഞ്ഞ് നിങ്ങൾ ആരെയും പേടിക്കണ്ട, ഈ ലോകത്തുള്ളവരെ പേടിക്കണ്ട, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടിപ്പോയാൽ നമ്മളെ കൊല്ലാൻ പറ്റും, അത്രേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ആരെ പേടിക്കണം? മരണത്തിന് ശേഷവും നിങ്ങളെ നിത്യ നരകാഗ്നിയിൽ എറിയാൻ കഴിവുള്ള എന്റെ പിതാവിനെ നിങ്ങൾ ഭയപ്പെടുന്നത്. നമ്മൾ അവിടെയാണ് ദൈവത്തെയാണ് ഭയപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തു പോയി. പാപത്തിന് വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു വന്നിരിക്കുന്നത് ആരെയും വിധിക്കാനല്ല, രക്ഷപ്പെടുത്താനാണ്. ദൈവത്തിന്റെ സ്തുതി. നമുക്ക് കമ്പനിന് വേണ്ടി വരും. ഞാൻ കർത്താവിന് മകനിരുന്ന ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാണ്? കർത്താവായ യേശുവിനെ ഒറ്റക്കൊടുത്ത രാത്രിയിൽ അവനും അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു,
ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നവരെയും അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കും. നല്ല ദൈവമേ, ഈ മുന്നോട്ടുള്ള ഞങ്ങളുടെ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളുടെ ചെറുതും വലുതുമായ ചില പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് അവിടുന്ന് നയിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അസ്വസ്ഥപ്പെടുന്ന, ഞങ്ങൾ മല പോലെ ആണെന്ന് വിചാരിക്കുന്ന ഈ ദിവസങ്ങൾ അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് പരിപാലിച്ചാൽ, അവിടുന്ന് സംരക്ഷിച്ചാൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഇല്ലാതെ ഇതെല്ലാം കടന്നു പോകും. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയ മക്കളെ, ഓൺലൈനിലൂടെ കാണുന്നവരെ എല്ലാവരെയും പിതാവെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീഴാതെ കാത്തുകൊള്ളാനും അവിടുത്തെ മതത്തിൻ്റെ സന്നിധിയിൽ കളഞ്ഞരഹിതമായി സന്തോഷം നിർത്താനും കഴിവുള്ളവരെ ഞങ്ങളുടെ
യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ദൈവത്തിന് സ്തുതിയും മഹത്വവും ആധിപത്യവും സർവ്വാധിപത്യവും